ഹായ് ഹലോ ഡിയർ വ്യൂവേഴ്സ്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂഡിന്റെ ടെസ്റ്റ് സ്ക്രീനിങ് ഒക്കെ തീർന്നു. പിന്നെ സിനിമയുടെ കുറച്ച് ലീക്ഡ് വീഡിയോസ് ഒക്കെ കിട്ടി. ആ ലീക്കായ വീഡിയോയിൽ ആ പ്രിസൺ ഫൈറ്റ് ഡീറ്റെയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ആ പ്രിസൺ ഫൈറ്റിൽ നമ്മുടെ സ്പൈഡർമാൻ ആരുടെ കൂടെയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്നും നല്ല ഒഫീഷ്യലായി തന്നെ കൺഫേംഡ് ആയി. ഇപ്പോഴും ഈ സിനിമ കൺഫേം ചെയ്യാത്ത ക്യാരക്ടറാണ് ഡെയർ ഡെവിൽ ഈ സിനിമയിൽ വരുമെന്നറിയില്ല. ഇപ്പോൾ കിട്ടിയ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ ഡീറ്റെയിൽ ആയി നോക്കാം. വീഡിയോ കാണുന്നതിനാൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതുപോലുള്ള അടിപൊളി അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും. സിനിമയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് ടോയ് ലീക്സ് ഒക്കെ നടന്നായിരുന്നു. ഫസ്റ്റ് നമുക്ക് ടോയ് ലീക്സ് തന്നെ തുടങ്ങാം. സ്പൈഡർമാൻ മിസസ് ഹൾക്ക് അതുപോലത്തെ ടോയ്സ് ഒക്കെ അതിന്റെ പിക്സ് ഒക്കെ ഇന്റർനെറ്റിൽ ലീക്കായി. ഈ സിനിമയിൽ പ്രൊഫസർ ഹൾക്കല്ല, സാവേജ് ഹൾക്കാണ് വരാൻ പോകുന്നത്. സാവേജ് ഹൾക്കിനെ സംസാരിച്ച് ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഹൾക്കിനെ കൺട്രോൾ ചെയ്യാൻ സ്പൈഡർമാൻ ഒരു പുതിയ ടൈപ്പ് വെബ് യൂസ് ചെയ്യും. ആന്റി ഗാമ വെബ് എന്നാണ് പറയുന്നത്. ഈ പച്ച കളറിൽ കാണുന്ന ഈ സെയിം വെബാണ്. ഹൾക്കിന്റെ ബോഡിയിലെ ഗാമ റേഡിയേഷൻസ് എടുത്ത ഹൾക്കിനെ നോർമലി ബ്രൂസ് ബാനർ ആക്കാൻ പറ്റും. അതുകൊണ്ടായിരിക്കണം ഈ ആന്റി ഗാമ വെബ് സ്പൈഡർമാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് വെറും ടോയ് ലീക്സിൽ കിട്ടിയ ഇൻഫർമേഷൻ മാത്രമാണ്. ഇത് സിനിമയിൽ വരുമെന്നും നമുക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കില്ല. ബട്ട് ഹൾക്ക് വേഴ്സസ് സ്പൈഡർമാൻ എന്നൊരു ഫൈറ്റ് സിനിമയിൽ ഉറപ്പായി തന്നെ കാണാം. ഈ ആന്റി ഗാമ വെബ് സിനിമയിൽ കാണിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 30% ചാൻസ് ഉണ്ടെന്ന് തന്നെ വെക്കാം. ഗാമ റേഡിയേഷൻസിനെ കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്ത് അറിയാവുന്നത് നമ്മുടെ ബ്രൂസ് ബാനറിനാണ്. ചിലപ്പോൾ ബ്രൂസ് ബാനർ ആയിരിക്കും ഈ വെബ് ക്രിയേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ സ്പൈഡർമാനെ ഹെൽപ്പ് ചെയ്തത്. ബ്രൂസ് ബാനറിന്റെ കൈ നോക്കിയാൽ ഒരു ഡിവൈസ് കാണാൻ സാധിക്കും. ആ ഡിവൈസ് വെച്ചാകണം ബ്രൂസ് ബാനർ ഹൾക്കിനെ പുറത്തു വിടാതെ തന്നെ കൺട്രോൾ ചെയ്ത് വെച്ചിരുന്നത്. ആ ഡിവൈസ് ഇൻസ്പയർ ചെയ്തായിരിക്കാം പുതിയ ഈ വെബ് ബ്രൂസ് ബാനർ സ്പൈഡർമാനെ ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്. പക്ഷേ ഈ സിനിമയുടെ പകുതിയാകുമ്പോഴേ നമ്മുടെ സ്പൈഡർമാന് ഓർഗാനിക് വെബ് കിട്ടും. വെബ് ഷൂട്ടറിന്റെ യൂസ് സിനിമയെ കാണത്തില്ല. പിന്നെ എങ്ങനെയായിരിക്കും ആന്റി ഗാമ വെബ് പീറ്റർ തന്റെ വെബ് ഷൂട്ടറിൽ സെറ്റ് ചെയ്തെന്ന് അറിയില്ല. ചിലപ്പോൾ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിനെ ഹൾക്ക് വേഴ്സസ് സ്പൈഡർമാൻ എന്ന ഫൈറ്റ് വരുമായിരിക്കും. ഹൾക്കിനെ കൺട്രോൾ ചെയ്യാൻ തന്റെ ബോഡിയിൽ ഗാമ എനർജി ഇഞ്ചെക്ട് ചെയ്ത് അറിയാതെ തന്നെ സ്പൈഡർമാൻ ഈ മ്യൂട്ടേഷൻ തന്നെ കിക്ക് ഓഫ് ചെയ്തായിരിക്കും. ട്രെയിലർ തന്നെ കാണാൻ സാധിക്കും. ബട്ട് ഇതെല്ലാം വെറും തിയറീസ് മാത്രമാണ്. സിനിമയിൽ നടക്കണമെന്നൊന്നുമില്ല. നെക്സ്റ്റ് ഈ സിനിമയുടെ ടെസ്റ്റ് സ്ക്രീനിങ്ങിന്റെ അടുത്ത് തന്നെ വരാം. ഇപ്പോൾ ടെസ്റ്റ് സ്ക്രീനിങ് കണ്ടവർ പറയുന്നത് ഇതുവരെ MCU മൂവീസിലൊന്നും വരാത്തൊരു കിടിലൻ ഫൈറ്റ് സിനിമയിലുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇൻഫിനിറ്റി വാർ എൻഡ് ഗെയിമിനേക്കാളും ആ ഫൈറ്റ് ഉണ്ടായിരിക്കുമെന്ന് അറിയില്ല. ഈ സിനിമയ്ക്ക് വേണ്ടി ജാക്കി ചാൻ ഒരു ഫൈറ്റ് കോറിയോഗ്രാഫി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ആ പ്രിസൺ ഫൈറ്റും ആകാം. ചിലപ്പോൾ ആ ഫൈറ്റിനെ കുറിച്ചായിരിക്കും ഈ ടെസ്റ്റ് സ്ക്രീനിങ് കണ്ടവർ തന്നെ പറയുന്നത്. ആ ഫൈറ്റിലാണ് നമ്മുടെ ഹാൻഡ് ഗാങ് വരുന്നത്. സ്റ്റാർട്ടിങ്ങിലെ കുറെ പേര് പറഞ്ഞത് ഹാൻഡ് ഗാങ് അല്ല. പക്ഷേ നിങ്ങൾ ഈ ലേഡിയുടെ തലയിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ആ കയ്യിന്റെ ചിഹ്നം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് ഹാൻഡ് ഗാങ് ആണെന്ന് ഇപ്പോൾ 100% തന്നെ കൺഫേംഡ് ആയി. പക്ഷെ ഇവരെന്താണ് സ്പൈഡർമാന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതെന്ന് കൺഫേംഡ് ആയിട്ടില്ല. ചിലപ്പോൾ ഒരു ഡെയർ ഡെവിലിനെ തിരക്കി വന്നതായിരിക്കാം. ബിക്കോസ് ഡെയർ ഡെവിൽ വേഴ്സസ് ഹാൻഡ് എന്നൊരു ഫൈറ്റ് ഇതിനു മുമ്പേ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഡെയർ ഡെവിലിനെ റിവെഞ്ച് എടുക്കാൻ വേണ്ടി വന്നതായിരിക്കും. അത് റീസൺ ഒന്നും ഇതുവരെ പിടിയിട്ടിട്ടില്ല. ഡെയർ ഡെവിലിനെ കൊല്ലാൻ വന്ന അവരെ സ്പൈഡർമാൻ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യുമായിരിക്കും ഡെയർ ഡെവിലിനെ. പിന്നെ ഈ ഒരു ഷോട്ടൊക്കെ നമ്മുടെ സ്പൈഡർമാൻ പേടിച്ച് ഒരു സ്റ്റെപ്സിന്റെ താഴെ ഒളിച്ചിരിക്കുന്നതായി കാണാം. പക്ഷെ നെക്സ്റ്റ് ഈ ട്രെയിലറിൽ കാണുന്ന ഈ ഷോട്ടിൽ നോക്കിയാൽ അവരെ അടിച്ചു കൊല്ലണം എന്ന ടോണിലാണ് സ്പൈഡർമാൻ ഇരിക്കുന്നത്. ഈ ഒരു ഷോട്ടിനും എത്ര തന്നെ ഡിഫറൻസ് ഉണ്ടെന്ന് കാണാം. അങ്ങനെ ഒരു കിടിലം ട്രാൻസ്ഫോർമേഷൻ സീക്വൻസ് ഈ സിനിമയിൽ കാണും. പിന്നെ സിനിമ കണ്ടവർ ഈ സിനിമ ഈ ബ്രാൻഡിയുടെ മാർവലിന്റെ ടോപ്പ് 5 ലിസ്റ്റ് വരുമെന്നാണ് പറയുന്നത്. പക്ഷേ എൻഡിങ് ശരിയായില്ല എന്നാണ് പറയുന്നത്. എൻഡിങ്ങിനെ കുറിച്ച് ഇതിനു മുമ്പേ ഒരു വീഡിയോ നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി നേരെ കാണുന്ന ഈ വീഡിയോ ക്ലിക്ക് ചെയ്താൽ മതി. ഇതുപോലുള്ള അടിപൊളി വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.